നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വല്യേട്ടൻ എന്ന് പറയുന്ന മമ്മൂട്ടി നായകനായി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ചാണ്. ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. അതിനെക്കുറിച്ച് ആദ്യ ദിവസം തന്നെ നമ്മൾ വീഡിയോ ഇടുകയും ചെയ്തു. ആദ്യ ദിവസം ഇട്ട വീഡിയോൻ്റെ കണക്ക് ഞാൻ കൂട്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കുറേ കമൻറ്റുകളുടെ ഒരു ലഹള തന്നെ കാണാൻ സാധിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ ദിവസം 40 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കിട്ടിയെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം അത് വേൾഡ് വൈഡ് കളക്ഷനാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 23 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. 10 മുതൽ 15 ലക്ഷം രൂപ വരെ ആദ്യ ദിവസം വേൾഡ് വൈഡായിട്ട് കളക്ഷൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സ്റ്റേറ്റുകളിൽ നിന്നായിട്ടും കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റുകളിൽ എന്ന് പറയാൻ സാധിക്കത്തില്ല. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലും ഗൾഫിലുമാണ് സിനിമ ഓടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാലും ഇപ്പോൾ രണ്ടാം ദിവസത്തെ കണക്കുകൾ ലഭ്യമായിട്ടുണ്ട്. രണ്ടാം ദിവസം വേൾഡ് വൈഡായിട്ട് തന്നെ ചിത്രത്തിന് ആകെ നേടിയെടുക്കാൻ സാധിച്ചത് 22 ലക്ഷം രൂപ മാത്രമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ആദ്യ ദിവസം കിട്ടിയ ചിത്രത്തിൻ്റെ കളക്ഷനേക്കാൾ പകുതിയോളം തുക മാത്രമാണ് രണ്ടാം ദിവസം ചിത്രത്തിനായിട്ട് ലഭ്യമായിട്ടുള്ളത്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ആദ്യത്തെ ദിവസത്തിൻ്റെ അതേ കളക്ഷൻ തന്നെ രണ്ടാം മൂന്നും ദിവസങ്ങളിൽ നിലനിർത്താൻ സാധിക്കുമെന്നാണ്. എന്നാൽ രണ്ടാം ദിവസമായപ്പോഴേക്കും 50% അടുത്തുള്ള ഇടിവ് ചിത്രത്തിൻ്റെ കളക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞായറാഴ്ചത്തെ കളക്ഷൻ കിട്ടിയിട്ടില്ല. അത് മിക്കവാറും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ കിട്ടുകയും അതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നൽകുകയും ചെയ്യും. എന്ത് തന്നെയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിത്രത്തിന് 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് ഏകദേശം 62 ലക്ഷം രൂപയോളം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മതിയാവില്ല സിനിമ പ്രോഫിറ്റിലേക്ക് എത്താൻ. എന്നിരുന്നാൽ പോലും ഇതുവരെയുള്ള ഒരു പ്രകടനം വെച്ച് നോക്കുമ്പോൾ ശരാശരി പ്രകടനം ചിത്രം തിയേറ്ററുകളിൽ കാഴ്ച വയ്ക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ ചിത്രം ഒരു ഹിറ്റായി മാറുമെന്നുള്ളത്. എന്ത് തന്നെയാലും ലാഭം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.